നമ്മളിപ്പോൾ ദുബായിലെ ഒരു മനോഹരമായ കാഴ്ച സായം സന്ധ്യ. ഇന്ന് സൺഡേ ഉണ്ടോ, നല്ല തിരക്കാണ് ഇവിടെയൊക്കെ. നമ്മുടെ സ്ട്രീറ്റൊക്കെ റോള സ്ട്രീറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ സ്ട്രീറ്റിലെ തിരക്കും വിശേഷങ്ങളുമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ, കുറേ സമയമെടുക്കും. അപ്പോൾ നമ്മളിത് കുറച്ചായിട്ട് അപ്ലോഡ് ചെയ്യാം. ഇന്ന് ഇപ്പോൾ ഞായറാഴ്ചയാണ്. ഇപ്പോൾ നമ്മുടെ ഏരിയയിലൊക്കെ നല്ല തിരക്കാണ്. ഈവനിങ്ങിൽ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലൊക്കെ ആൾക്കാർ ചായ കുടിക്കാനൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവഴി നമ്മൾ കാണിക്കുക അവിടുത്തെ വിശേഷങ്ങൾ. ഒരു നടക്കാനിറങ്ങിയതാണ്. അപ്പോൾ സ്ട്രീറ്റിലെ ആൾക്കാർ ചായ ഒക്കെ കുടിക്കേണ്ടി ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഈ വഴിയൊക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് തോന്നി. സൺഡേ ആകുമ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞാൽ ആൾക്കാരിങ്ങനെ പുറത്തിറങ്ങും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അപ്ലോഡ്സൊക്കെ നിങ്ങൾക്ക് എല്ലാ ദിവസവും കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു മദീന സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നല്ല തിരക്കാണ്. അതിനുള്ളിൽ ഈ സമയത്തൊന്നും കടക്കാൻ പറ്റില്ല. ഇപ്പോൾ റോട്ടിൽ വാഹനങ്ങൾ പൊതുവെ കുറവാണ്. കുറച്ച് നേരം കഴിഞ്ഞാലായിരിക്കും ഇവിടെ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുവരെ കാണിക്കാത്ത കുറച്ച് സ്ഥലങ്ങൾ കാണിക്കാം. അപ്പോൾ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. ലെങ്തി വീഡിയോ ആകുമ്പോൾ ആൾക്കാർക്ക് ഇത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു ഗല്ലിയിൽ കൂടെ പോകുക കേട്ടോ. അങ്ങനെയുള്ള ഗല്ലിയിലൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. വീണ്ടും ഞാൻ പറയാണ്, രാത്രിയൊക്കെ ഇതിൽ നടക്കുന്നവർ ശ്രദ്ധിക്കണം. ഇവിടെ ആൾക്കാർ മോഷണം ഒരു തൊഴിലാക്കിയിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. മലയാളികളല്ല, മറ്റ് പല ഭാഷക്കാരാണ്. നമ്മളടുത്ത് വന്ന് രാത്രിയിലൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ഇതേപോലത്തെ ഗല്ലിയിൽ കൂടെ ഒക്കെ വരുമ്പോൾ അവരൊരു 10 രൂപയൊക്കെ നമ്മളടുത്ത് വന്ന് ചോദിക്കും. നമ്മൾ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവർ അപ്പം പേഴ്സ് തട്ടിപ്പറിച്ച് ഓടും. വളരെ വിദഗ്ധരാണ് ഓടാനും ഒളിക്കാനൊക്കെ. അപ്പോൾ നമുക്ക് അവരെ പിടിക്കാൻ പറ്റില്ല. ഇവിടെ കുറേ കുട്ടികളിങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൗണ്ടാണ്. ഇവിടെ കുട്ടികളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരുപാട് വലിയ ബിൽഡിങ്ങൊക്കെ നോക്കുന്നുണ്ട്. ഞാനിവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണം. ഒരു ഇറക്കമാണ്. ക്യാമറ പിടിച്ച് നോക്കുമ്പോൾ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മോന്തയും കുത്തി മറിയും. അപ്പോൾ അതുകൊണ്ട് ഞാനത് സ്ലോ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ആൾക്കാർ നിൽക്കണം. എന്താ വെച്ചാൽ അവർക്ക് നെറ്റ് ഇല്ലാത്തവർക്ക് ഇവിടെ ആരുടെയെങ്കിലുമൊക്കെ നെറ്റ് കിട്ടും കേട്ടോ. വൈഫൈ റൂമിലൊക്കെ ഇല്ലാത്ത ആൾക്കാരൊക്കെ. അപ്പോൾ അതാണ് ഇവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ നിൽക്കുന്നത്. പിന്നെ കുട്ടികളുടെ കളി കാണാനൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ വലിയവരും കുട്ടികളൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട്. ദേവരൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു കഫ്റ്റേരിയ ഉണ്ട്. ഇത് ഡേ നൈറ്റാണ്. അപ്പോൾ നല്ല തിരക്കുള്ളൊരു ഏരിയയാണ് ഇവിടെ. ഇവിടെ 2-3 പേരിങ്ങനെ വർത്താനം പറയുന്നുണ്ട്. സൺഡേ ഒക്കെ ആയിട്ട് ഈ ലേഡീസ് ക്യാമ്പിലൊക്കെ താമസിക്കുന്നവർ അവരുടെ ബന്ധുക്കളെയൊക്കെ കാണാൻ വരണുണ്ടാണ് ഇവിടെ. ഇവിടെ ഇപ്പോൾ ചൂട് തുടങ്ങി ദുബായിൽ. ഇന്നൊക്കെ നല്ല ചൂടായിരുന്നു. ഇനിയിപ്പോൾ ചൂട് ഭയങ്കര ചൂടായിരിക്കും. അപ്പം നമ്മളിതിലിങ്ങനെ നടന്ന് പോവുകയാണ് അപ്പുറത്തെ ഗല്ലിയാണ്. അതായത് ഞാൻ പറഞ്ഞ കഫ്റ്റേരിയ നല്ല കളർഫുള്ളായിട്ടിരിക്കുന്ന ആൾക്കാരെ കൂടെ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. ഇത് ഒരിക്കൽ ഞാനിത് ചെയ്തതായിരുന്നു ഈ വീഡിയോ. അപ്പോൾ കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ 1 മണിക്കൂറോളം ആയി പുറത്തിറങ്ങിയിട്ട്. തിരിച്ച് കയറാൻ ഉള്ള തയ്യാറെടുപ്പാണ്. അപ്പോഴാണ് ഒരു വീഡിയോ എടുത്ത് നമ്മുടെ ചങ്കുകൾക്കായിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ കുറേ ഫ്രീ പാർക്കിംഗ് ആണ് ഇതൊക്കെ. അവിടെ ഇങ്ങനെ ഒരു ഹോളിവുഡ് ഉണ്ട്. അവിടെ നല്ല ഓഫറൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഈ വേറൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റുകളുടെ ഒരു ബഹളം തന്നെയാണ്. അപ്പോൾ സൺഡേ വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തത്. ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ, ഇതിനകത്ത് കുറേ ടോയ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു റംസ് ഇതിലിട്ട് കൊടുത്താൽ നമ്മൾ ഈ മെഷീൻ പിടിച്ചിങ്ങനെ ഈ സാധനമല്ലേ ഈ ഹുക്ക് അത് കൊണ്ടുപോയി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ
അത് പിടിച്ചാൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് കിട്ടും. 1 ദിറംസേ ഉള്ളൂ. പക്ഷേ അത്രയും നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത് പറ്റുള്ളൂ. ഹോളിവുഡ് കണ്ടില്ല. എന്നിട്ട് നമ്മളിങ്ങനെ ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. ഫ്ലൈ ഓവറിൻ്റെ മേലെ കൂടെ നമ്മളങ്ങോട്ട് അപ്പുറത്തേക്ക് പോവുകയാണ്. ലിഫ്റ്റ് ഉണ്ട് കേട്ടോ അവിടെ. ലിഫ്റ്റ് ചിലപ്പോൾ കാത്തു നിന്നാൽ കുറേ സമയമെടുക്കും. ആൾക്കാരൊക്കെ തിരക്ക് പിടിച്ച് പോവുകയാണ്. സൺഡേ ജോലിയുള്ള ആൾക്കാരൊക്കെ ജോലി കഴിഞ്ഞൊക്കെ വീട്ടിലേക്ക് പോകണവർ. ഓക്കെ. അപ്പോൾ അവിടെ ഒരാളെ കണ്ടിട്ട് ഒരു സുഹൃത്തിനെ. അപ്പോൾ അയാളായിട്ട് സംസാരിച്ചുകൊണ്ടാണ് വീഡിയോ കട്ടായത്. അപ്പോൾ ഇതേ നമ്മുടെ മനോഹരമായിട്ടുള്ള ദുബായ് ഫ്ലൈ ഓവറിൻ്റെ അപ്പുറത്ത് കൂടെ ആൾക്കാർ പോകുന്നുണ്ടല്ലോ. ഇപ്പുറത്താണ് ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ട് നീളത്തിൽ രാത്രി കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. കാണുന്നില്ല നമുക്ക് ആളുകളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഫ്ലൈ ഓവറിലേക്ക് വീണ്ടും കയറുകയാണ്. ഇതിലിങ്ങനെ പോയിട്ട് ഇവിടെയുള്ള റോയൽ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ അവിടെ ഉള്ളത്. ഇതിൽ കൂടെ ഞാനിങ്ങനെ കയറി പോവാണ്. സൈക്കിള് കയറ്റാനുള്ളതാണ് ഈ ഒരു റെയില് ഇവിടെ ഉള്ളത്. ഇതിപ്പോൾ ഞാൻ മേലേക്ക് എത്തിയിട്ടാണ്. ഞാനത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹായ്. ഇതേ മേലെ വന്നിട്ടുള്ളൊരു വ്യൂ ആണത്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാനൊരു മേലേക്ക് എത്തിയിട്ട് അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ മേലെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈക്കിൾ മേലൊരു ചാച്ച പോകുന്നുണ്ട്. ഫ്ലൈ ഓവർ കുറച്ചിങ്ങനെ നടക്കാനുണ്ട്. അപ്പോൾ ഇത് അവരൊക്കെ ഇറങ്ങുന്നുണ്ട്. നമുക്കും ഇറങ്ങാം കേട്ടോ. ഇത്തരം നാട്ടിൽ പോണവരൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൊരു വ്യൂസിലേക്കാണ് വേറെ വരുന്നത്. ഇവിടെ ഉണ്ട്. ചിലരൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടാവില്ല നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, നമ്മളിത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരാണ് ഡേഞ്ചർ പിടിച്ച ആൾക്കാരാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ രാത്രിയിലൊക്കെ ഗല്ലികളിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഒറ്റയ്ക്കാവുമ്പോൾ കുറച്ച് വെളിച്ചമൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെ പോവുക. അല്ലാന്നുണ്ടെങ്കിൽ 8ൻ്റെ പണി കിട്ടും. ഇതൊരു കാർഡ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. മസാജ് സെൻറ്ററിൻ്റെ ആയിരിക്കണം അയാൾ കൊടുക്കുന്നത് കേട്ടോ. ഇതിവിടെ ബാൻ ചെയ്തതായിരുന്നു. കാരണം ഇവിടെ ആകെ കച്ചറായിരുന്നു. ഈ സാധനം കൊടുന്നിട്ടിട്ട് മുനിസിപ്പാലിറ്റിക്ക് ഇത് അടിക്കാനും നേരമുള്ളൂ. ഞാൻ ഇപ്പുറത്തേക്ക് വന്നു കേട്ടോ. അത് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്കും കാരിഫോറിലേക്കും ഒക്കെ പോകുന്ന ഒരു വഴിയാണ്. ഇതിൽ നേരെ അങ്ങോട്ട് ചെന്നാൽ നമ്മൾ ചെന്നെത്തുന്നത് കാരിഫോർ ബസ് സ്റ്റാൻഡൊക്കെയാണ്. ഇവിടെ നിറയെ കഫ്റ്റേരിയകളാണ്. ഇപ്പോൾ ഇതേ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഇങ്ങനെ കുറേ പ്രാവുകൾ നിൽക്കുന്നുണ്ട്. ഇവർക്ക് ആൾക്കാർ ഭക്ഷണം കൊടുക്കും. അപ്പോൾ ഈ ഭക്ഷണം കൊടുക്കുന്നത് വേണ്ടിയിട്ട് ഇവർ കാര്യമാണ്. ഇത് ഈ തണുപ്പ് കാലമാകുമ്പോൾ ഇത് കുറേ കുഞ്ഞുങ്ങളൊക്കെ മുട്ടയിട്ട് വിരിക്കും. പക്ഷേ ചൂട് കാലം വന്നാൽ കുറേ എണ്ണം ഇതിന് ചത്തു പോയിട്ടാണ്. ഈ ചൂട് സഹിക്കാൻ പറ്റാണ്ടേ. പിന്നെ അവർക്ക് വെള്ളമൊന്നും ശരിക്കും കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ ഇവിടെയൊക്കെ ആൾക്കാർ വെള്ളമൊക്കെ കുറച്ച് വെച്ച് കൊടുക്കും. പക്ഷെ നമ്മളും നാട്ടിൽ ഈ ചൂട് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമാക്കി മതിലിൻ്റെ മേലൊക്കെ വെച്ച് കൊടുക്കുക. നമുക്കതിൽ വലിയ നഷ്ടമൊന്നുമില്ല. അതുങ്ങൾക്ക് ജീവജലം കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളം ഒരു പാത്രത്തിലാക്കി. നാട്ടിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. എല്ലായിടത്തും വെക്കാനും പറ്റില്ല. അപ്പോൾ അത് കാരണം നമ്മൾ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ വീണ്ടും ഇതൊരു കഫ്റ്റേരിയ ഉണ്ട് കേട്ടോ. ഇതിലിങ്ങനെ പോവുക. പക്ഷെ നമ്മൾ ഇങ്ങനെ പോവുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡിൽ നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ക്യാമറ ഷെയ്ക്ക് ആവണോണ്ട് ശരിക്ക്
കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടെത്തി, ബസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോകണ്ടപ്പോൾ ഈ സ്ത്രീകൾ ശരിക്കും അവർ കറക്റ്റായിട്ട് ഡ്രസ്സ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി വയലൻസ് ഒക്കെ പെട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടെടുത്തത് വ്യതാവിലാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ക്യാമറ മാറ്റി പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കളർഫുള്ളായിട്ടുള്ള വ്യൂസ് കാണാൻ പറ്റില്ല കേട്ടോ. എല്ലാവരും മനസ്സിലാക്കണം. ഇവർ ഈ വണ്ടിയിലിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഷിഫ്റ്റിങ്ങൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലെ കൈവണ്ടിയിലൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകില്ല. ഇവരെ വിളിച്ചാൽ നമുക്ക് റൂം ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇവർ ഷിഫ്റ്റ് ചെയ്ത് തരും. അവരിങ്ങനെ ഇരിക്കും വഴിയിലൊക്കെ. പിന്നെ ഇവിടെ നാട്ടിലൊക്കെ നമ്മൾ ഇരിക്കില്ലേ, മൂവി ക്യാമറ ആയിട്ട് കടത്തുന്നതിലൊക്കെ അതേപോലത്തെ കുറച്ച് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഈ ഭാരത്ഭായ് ബസ് സ്റ്റേഷനാണിത്. അതേ കാണുന്നതാണ് നമ്മുടെ കാരിഫോർ സിറ്റി സെൻ്റർ എന്ന് കാണിച്ചില്ലേ. ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അവരെല്ലാവർക്കും ഹായ്.